ആത്മോപദേശ ശതകം. ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക സമ്പ്രദായം ലളിതമായി വ്യക്തമാക്കുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം. അദ്വൈത രഹസ്യം മലയാള ഭാഷയിൽ വിശദമാക്കുന്നു എന്നതാണ് ആത്മോപദേശ ശതകത്തിൻ്റെ പ്രത്യേകത. ആത്മോപദേശ ശതകം ഉപദേശ രൂപേണ നൽകുന്ന സത്യാവിഷ്കാരമാണ്. ആത്മോപദേശ ശതകം അദ്വൈത ചിന്താ പദ്ധതിയുടെ പ്രായോഗിക ജ്ഞാനം വെളിപ്പെടുത്തുന്ന മികവാർന്ന രചന കൂടിയാണ്. അതീവ ലളിതമായ ഭാഷയിൽ ദർശനാവിഷ്കരണം ചെയ്യുന്ന ആത്മോപദേശ ശതകം 100 പദ്യങ്ങൾ അടങ്ങിയതാണ്. ആത്മജ്ഞാനം നേടുന്ന ഒരാൾക്ക് നൽകുന്ന ഉപദേശമായി വേണം ഈ കൃതിയെ കരുതാൻ. പ്രപഞ്ചവും താനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആത്മാന്വേഷിക്കുണ്ടാകുന്ന സന്ദേഹങ്ങൾക്ക് ലഭിക്കുന്ന പൂർണ്ണമായ ഉത്തരമാണ് ആത്മോപദേശ ശതകം. ചലനാത്മകമായ കവിതയുടെ മാതൃകകൾ സൃഷ്ടിച്ച ഗുരുവിൻ്റെ ഈ കൃതിയിൽ ചലനം സംക്രമണമായി നീളുകയാണ്. ആത്മോപദേശ ശതകത്തിലെ പ്രശസ്തമായ ശ്ലോകത്തിൽ അപരൻ്റെ പ്രാധാന്യത്തിനാണ് ഊന്നൽ നൽകുന്നത്. അവനിവൻ, അവനി, അവനവൻ, അപരൻ എന്നിവ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് തുടക്കത്തിലാണ്. അപരസ്വത്വത്തെ ആത്മസ്വത്വത്തിലേക്ക് സംക്രമിപ്പിക്കുന്നതിൻ്റെ തുടർച്ചയാണ് ആത്മസുഖത്തെ അപരസുഖത്തിലേക്ക് സംക്രമിപ്പിക്കുന്നത്. ആത്മജ്ഞാനത്തെ ആത്മസുഖത്തിലേക്ക് സംക്രമിപ്പിക്കുന്നത് പ്രധാനമാണ്. ഈ സംക്രമണ പ്രക്രിയയുടെ വിവരണത്തിൽ അവനവന് എന്ന പദവും പ്രധാനമാണ്. ഈ സംക്രമണ പ്രക്രിയയുടെ അവന് അല്ലാതെ അവനവനില്ല. ഗുരു പറയാൻ ഉദ്ദേശിച്ച ആശയം സവിശേഷമായ പദവിന്യാസം കൊണ്ട് സൂക്ഷ്മമായ അർത്ഥതലങ്ങളെ ദ്യോതിപ്പിക്കുന്നു. താൻ ആരാണ്? താൻ ഏതൊരു ശക്തിയുടെ ഭാഗമാണ്? ആ ശക്തിക്കുള്ളിൽ തൻ്റെ സ്ഥാനം എവിടെ? തുടങ്ങിയ ഗഹനമായ ആശയങ്ങൾ ആത്മോപദേശ ശതകം അവതരിപ്പിക്കുന്നു. ആത്മസത്ത എന്നത് എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാവ്യം തുടങ്ങുന്നു. സർവത്തിനും കാരണമായ ഒരു കരു എന്ന നിലയിലാണ് പ്രപഞ്ചശക്തിയെ ഗുരു കൽപ്പിച്ചിരിക്കുന്നത്. ആ കരുവിൻ്റെ സത്താപരമായ നിലനിൽപ്പ് എവിടെ? അതിൻ്റെ ഉണ്മ ഏത് തരത്തിലാണ് പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്നത്? ഇത്തരം സന്ദേഹങ്ങൾക്ക് നിവാരണം എന്ന നിലയിലാണ് ഓരോ ശ്ലോകവും ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ഇതളും വിടർത്തി ഒരു പൂവിൻ്റെ മധ്യകേന്ദ്രത്തിൽ എത്തിച്ചേരുന്നത് പോലെയാണ് ഈ കൃതിയുടെ സംരചനാശില്പം ഭദ്രമാക്കിയിരിക്കുന്നത്. ഞാൻ ആരാണെന്ന് ഓരോ ഇതളും വിടർത്തി അന്വേഷിച്ച് ഒടുവിൽ അഹം സച്ചിദമൃതമാണെന്ന് മനസ്സിലാക്കി സൂക്ഷ്മമായ കരുവിൽ മൃദുവായി അമരുവാൻ ആത്മാന്വേഷിയെ പ്രാപ്തനാക്കുന്നു. തൻ്റെ ദാർശനിക പദ്ധതിയെ ക്രമബദ്ധമായി ആവിഷ്കരിക്കുവാൻ കഴിയുന്നു എന്നതാണ് ശ്രീനാരായണ ഗുരുവിനെ ഭക്തിപ്രസ്ഥാന കവികളിൽ നിന്ന് ഭിന്നനാക്കുന്നത്. ഭക്തകവി എന്നതിനേക്കാൾ ദാർശനിക കവി എന്ന് ഗുരുവിനെ അടയാളപ്പെടുത്തുന്നത് ഈ വ്യതിരിക്തതയെ മുൻനിർത്തിയാണ്. ഋഷി പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ശ്രീനാരായണ ഗുരുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മോപദേശ ശതകം 1897 എഴുതി പൂർത്തിയാക്കിയിരിക്കുമെന്ന് ഡോക്ടർ ടി ഭാസ്കരൻ അനുമാനിക്കുന്നു. 1904 കുമാരനാശാൻ ഇതിന് വ്യാഖ്യാനം എഴുതി. പുസ്തകരൂപം പ്രാപിക്കും മുമ്പ് തന്നെ ഭക്തജനങ്ങൾ ഇതിലെ ശ്ലോകങ്ങൾ ചൊല്ലി തുടങ്ങിയിരുന്നുവെന്ന് ആശാൻ പറയുന്നുണ്ട്. തത്വോപദേശത്തെ കവിതാമാധുരിയോടെ അവതരിപ്പിക്കുന്ന ശ്രേഷ്ഠ കാവ്യമായാണ് ആശാൻ ആത്മോപദേശ ശതകത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥവും അന്യവും എന്ന രീതിയിൽ പഠനം തുടരുമ്പോഴാണ് ഗഹനമായ വിഷയം എത്ര ലളിതമായാണ് ഗുരു വിശദമാക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്. ഞാൻ എന്താണ്, ഏതിൻ്റെ ഭാഗമാണ് എന്ന് തുടങ്ങുന്ന അന്വേഷണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ കൃതി. ഞാൻ എന്നതിനെ അറിയാനുള്ള ഏറ്റവും പ്രാഥമികമായ പാഠം ഞാൻ എന്ന ധാരണയെ ഉപേക്ഷിക്കുകയാണെന്ന് 1-ാം ശ്ലോകത്തിൽ തന്നെ ഗുരു വ്യക്തമാക്കുന്നു. 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവും ആശയവും ഇങ്ങനെയാണ്. സാധാരണമായി ലഭിക്കുന്ന ഇന്ദ്രിയബോധത്തേക്കാൾ ഉപരിയായുള്ള അറിവിനെ ഉൾക്കൊണ്ട് ഒരാളുടെ സ്വരൂപത്തിലും പുറത്തായിട്ടും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന കരുവിനെ ഇന്ദ്രിയ നിയന്ത്രണം ചെയ്ത് താഴ്മയോടെ നമിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ചൊല്ലി ഉറപ്പിക്കണം. അതായത് ഞാൻ ആരാണെന്ന അന്വേഷണത്തിൽ പ്രധാനം ഞാൻ എന്ന ബോധം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിനാലാണ് കണ്ണുകൾ 5 ഉള്ളടക്കുന്നതും തെരുതെര വീണ് വണങ്ങിയോതുന്നതും. ഈ ഒരു ഉപദേശമാണ് ഗുരു മോക്ഷാർത്ഥിയായ ആത്മാന്വേഷിയോട് ആദ്യമായി തന്നെ നൽകുന്നത്. അദ്വൈതത്തിൻ്റെ തലത്തിലേക്ക് എത്തിച്ചേരേണ്ട ഒരാൾ നിശ്ചയമായും ആസ്തിക്യവാദിയായിരിക്കണം. എല്ലാത്തിനും കാരണമായ ഒരു കരുവുണ്ട് എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിനീതമായ മനസ്സോടെയുള്ള പ്രാർത്ഥനയാണ് ആത്മാന്വേഷി ആദ്യം ചെയ്യേണ്ടത്. മോക്ഷാർത്ഥിയാവാൻ വേണ്ടിയുള്ളതാണ് ഈ ഉപദേശം. മോക്ഷാർത്ഥിയാണ് ഇതിൻ്റെ പരമാധികാരി. ഒരു കൃതി എഴുതുമ്പോൾ അത് ആർക്ക് വേണ്ടിയുള്ളതാണ്? എന്തിനു വേണ്ടിയുള്ളതാണ്? എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? ഏത് രീതിയാണ് അവലംബിക്കേണ്ടത്? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. അനുബന്ധ ചതുഷ്ടയം എന്നതിനെ പറഞ്ഞു പോരുന്നു. അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം എന്നിവയാണ് അനുബന്ധ ചതുഷ്ടയം. ഇവിടെ മോക്ഷാർത്ഥിയാണ് അധികാരി.
അയാൾക്ക് വേണ്ടിയുള്ളതാണ് ഈ കൃതി. വിഷയം അറിവ് തന്നെ, കരുവിനെക്കുറിച്ചുള്ളത് അറിവ് തന്നെ. വിഷയത്തെയും ഗ്രന്ഥത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകത്തെ സംബന്ധം എന്ന് പറയുന്നു. ഈ കൃതി പഠിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് അറിവ് നേടൽ അഥവാ മോക്ഷമാർഗം തുറക്കലാണ്. അതാണ് പ്രയോജനം. ആത്മോപദേശ ശതകം അനുബന്ധ ചതുഷ്ടയം പൂർണ്ണമായി അനുവർത്തിക്കുന്ന കൃതിയാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവും ആശയവും. ആന്തരിക വൃത്തിക്കായുള്ള കാരണങ്ങളും ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളും ശരീരം മുതൽ നമുക്കറിയാവുന്ന എല്ലാ പ്രാപഞ്ചിക വൈവിധ്യങ്ങളും ചിന്തിച്ചു നോക്കിയാൽ ചിതാകാശത്ത് പ്രകാശിക്കുന്ന ആത്മസൂര്യൻ്റെ തിരുസ്വരൂപം തന്നെയാണ്. ഇക്കാര്യം അന്വേഷിച്ച് കണ്ടെത്തി അറിയേണ്ടതാണ്. ആത്മാന്വേഷി അന്വേഷിക്കുന്നത് എന്താണ്? ആത്മാവിനെയാണ്. ആത്മാവ് ആരാണ്? ഞാൻ തന്നെയാണ്. ആത്മാവിൻ്റെ മറ്റൊരു പേരാണ് ഞാൻ. അപ്പോൾ ആത്മാന്വേഷി അന്വേഷിക്കുന്നത് എന്നെ തന്നെയാണ്. ഞാൻ എന്നയാൾ എവിടെ തുടങ്ങുന്നു, എവിടെയെല്ലാം വ്യാപിച്ചിരിക്കുന്നു, എവിടെ ഒടുങ്ങുന്നു? ഞാൻ നാം ചെയ്യുന്ന അന്ധകരണ വൃത്തിയിലുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലുണ്ട്, ശരീരത്തിലുണ്ട്. അത് അനേകം പ്രപഞ്ച വൈവിധ്യങ്ങളാൽ വ്യാപിച്ചു കിടപ്പുണ്ട്. ഇതിനെയെല്ലാം ഒന്നിച്ചു വെച്ച് ചിന്തിച്ചു ചെന്നാൽ ചിതാകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മസൂര്യൻ്റെ തിരുസ്വരൂപങ്ങളാണ് ഓരോ ഞാനും എന്ന് കണ്ടെത്താൻ കഴിയും. അനന്തമാണ് ഞാൻ എന്നതിൻ്റെ വ്യാപ്തി ആത്മാവിൻ്റെ വ്യാപ്തിയാണ്. ഞാനൊരു പ്രത്യേക രൂപമല്ല. അന്ധകരണം പ്രവർത്തിക്കുമ്പോൾ അതാണ് ഞാൻ. ജ്ഞാനേന്ദ്രിയം പ്രവർത്തിക്കുമ്പോൾ അതാണ് ഞാൻ. ശരീരവും ഞാൻ തന്നെ. ഇപ്രകാരം സമസ്ത ലോകവും ഞാൻ തന്നെ. എൻ്റെ ഉള്ളിലേക്കെടുക്കുന്ന വായുവും ഉള്ളിലിരിക്കുമ്പോൾ ഞാൻ തന്നെ. ചിന്തിച്ച് നോക്കിയാൽ ചിതാകാശത്തെ പ്രഭാപൂരിതമാക്കുന്ന ആത്മസൂര്യനെയാണ് പലവിധം ഞാൻ രണ്ടായി പിരിഞ്ഞു കാണുന്നത് എന്ന് അന്വേഷിച്ചറിയണം. ഈ അറിവിലാണ് ഞാൻ ഉള്ളത്. അറിവില്ലെങ്കിൽ ഞാനില്ല. കണ്ണുകൾ അഞ്ചു മുടക്കി തെരുതെര വീണ് വണങ്ങിയവൻ തിരഞ്ഞു തേടേണ്ടത് ആത്മസൂര്യൻ്റെ തിരുവുരുവാണ്. ഇനി മൂന്നാമത്തെ ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബാഹ്യപ്രപഞ്ചത്തിൽ ഇപ്പോൾ കാണുന്നവയെല്ലാം ചിന്തിച്ചു നോക്കിയാൽ ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളുടെ വിവർത്തനങ്ങളാണെന്ന് അറിയണം. കടലിലെ ഓളങ്ങളെല്ലാം ഒരേ ജലം തന്നെയെന്നതുപോലെ വിവർത്തനങ്ങളായവയെല്ലാം ഒന്ന് തന്നെയാണെന്ന് ധരിക്കണം. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്. അന്ധകരണത്തിന് വെളിയിലായി വിരിഞ്ഞു കാണുന്നവയെല്ലാം പരവെളിവിൽ തെളിഞ്ഞു നിൽക്കുന്ന ആത്മസൂര്യൻ്റെ ദിവ്യരൂപം മാത്രമാണെന്നുള്ള അറിവിലേക്ക് ആത്മാന്വേഷിയെ നയിക്കുകയാണ് അന്ധകരണത്തിൻ്റെ വെളിയിൽ എന്ന് പറയുമ്പോൾ. വെളി എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണെന്ന് നിർണ്ണയിക്കേണ്ടതുണ്ട്. ബാഹ്യവിശ്വത്തെയാണോ വെളിയെന്ന് പറയുന്നത് എങ്കിൽ അന്ധകരണത്തിനുടമയായ ഞാൻ എവിടെയാണ്? വിശ്വത്തിന് പുറത്തോ അകത്തോ? നിശ്ചയമായും വിശ്വത്തിൻ്റെ ഭാഗമാണ് ഞാനും. അപ്പോൾ വിശ്വത്തിൻ്റെ അകത്ത് തന്നെ എന്ന് സമ്മതിക്കേണ്ടി വരും. പുറം അകം എന്നീ കൽപ്പനകൾ തെറ്റാണെന്ന് തെളിയുന്നു. എല്ലാം അറിവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറിവാണ് ആത്മസൂര്യൻ. വിവർത്തനം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നിനെ ഉള്ളതുപോലെ കൽപ്പിക്കുന്നതിനെയാണ്. കയറിൽ പാമ്പിനെ സങ്കല്പിക്കുകയാണ്. യഥാർത്ഥമായത് കയറു മാത്രമാണ്. പാമ്പ് കയറിൻ്റെ വിവർത്തനമാണ്. ജലം മാത്രമാണ് സത്യം. തിര സത്യമല്ല, താൽക്കാലിക പ്രതീതി മാത്രമാണ്. അതുപോലെ ലോകത്തുള്ളതെല്ലാം ഒന്നിൻ്റെ വിവർത്തനമാണ്. ആത്മസൂര്യൻ, കരു, പരവെളിയിലെ ഭാനുമാൻ എന്നെല്ലാം പറഞ്ഞത് ആ ഒന്നിനെക്കുറിച്ച് മാത്രമാണ്. വിശ്വം വിവർത്തനമാണ് എങ്കിൽ വിശ്വത്തിൻ്റെ ഭാഗമായ ഞാനും അതേ കരുവിൻ്റെ വിവർത്തനമാണ്. ആ കരുവിനെ അറിയാൻ ശ്രമിക്കുകയാണ് തുടർന്ന് അങ്ങോട്ട്. നാലാമത്തെ ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. അറിയുന്ന വിഷയം ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഞാൻ അറിയുന്നു എന്ന അറിവ് എല്ലാം തന്നെ ഒരു ആദി മഹസ് മാത്രമാണ്. ഇടതടവില്ലാതെ പ്രകാശിക്കുന്നതാണ് ആദി മഹസ്. ആ മഹസിൽ ലയിച്ചു ചേർന്ന് അതായിത്തീരണം. അതിൻ്റെ ആശയം ഇങ്ങനെ വിശദീകരിക്കാം. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ് എന്നീ മൂന്ന് ഘടകങ്ങൾ ഒത്തുചേർന്നിട്ടുള്ളതാണ് ആത്മാവ്. അതായത് അറിവ്, അറിയുന്ന വസ്തു, അറിയുന്നവൻ. ഓരോ ഘടകത്തിനും ഉള്ളത് ആത്മാവ് തന്നെ. ആത്മാവാണ് എല്ലാം എന്നറിയുന്നതാണ് അനുഭൂതി. അപരോക്ഷാനുഭൂതി എന്ന വേദാന്ത സംജ്ഞയിലാണ് ആ അവസ്ഥ വിവരിക്കാറുള്ളത്. ആ അവസ്ഥയിൽ ജ്ഞാനവും ജ്ഞാതവും ജ്ഞേയവുമെല്ലാം കേവലമായ അറിവിൽ അല്ലെങ്കിൽ ആദിമഹസിൽ ലയിച്ചു പോകും. വാഗതീതമായ ഖനാബ്ദിയിൽപ്പെട്ടതായി തോന്നും. അറിവിൽ അമർന്നത് കൊണ്ട് മാത്രമാകുന്നത് ഇങ്ങനെയാണ്. ഉരുവിലും ഒത്തുപുറത്തും ഉജ്ജ്വലിക്കുന്ന കരുവും പരവള്ളി തന്നിലുയർന്ന ഭാനുമാനും ഇതേ ആദിമഹസ് തന്നെയാണ്. അഞ്ചാമത്തെ ശ്ലോകം അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അർത്ഥവും ആശയവും. ലോകർ ഉറങ്ങിയും ഉണർന്നും മാറി മാറി പലതും ചിന്തിച്ചു കൊണ്ടിരിക്കും. ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യാത്ത നിത്യമായതും വിലമതിക്കാൻ പറ്റാത്തതുമായ ഒരു വിളക്ക് ഇതെല്ലാം ഉറ്റുപാർത്തുകൊണ്ട് നിൽപ്പുണ്ട് എന്നറിഞ്ഞ് മുൻപോട്ട് പോയിടണം. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിന്മേലും ഒരു സാക്ഷിയെപ്പോലെ നിർവികാരമായ രൂപം, അതായത് ഉദയാസ്തമയമില്ലാത്ത ഒന്ന് നിലനിൽപ്പുണ്ട്. അതിന് നാശമില്ല. അത് ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടാണ് നാശഹീനവുമാണ്.
എന്നാൽ ഓരോ വ്യക്തിയിലേക്കും വസ്തുവിലേക്കും നോക്കുമ്പോൾ അവയെല്ലാം നാശമുള്ളവയാണെന്ന് കാണാൻ കഴിയും. നമ്മുടെ ഉറക്കത്തെയും ഉണർവിനെയും സൂക്ഷിച്ചു നോക്കി കാണുന്ന മഹത്താം അറിവാണ് ആ സാക്ഷി. സദാ പ്രകാശിക്കുകയാണ് അതിൻ്റെ പ്രത്യേകത. പൊലിയാത്ത ആത്മസത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് പൊലിഞ്ഞു പോകുവാൻ എല്ലാ വസ്തുക്കളും വ്യക്തികളും നിർബന്ധിതരാണ്. ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അതിങ്ങനെയാണ്: ഉണരണം, ഉറങ്ങണം, ഭക്ഷണം കഴിക്കണം, ഇണചേരണം എന്നിങ്ങനെ വികല്പ രീതിയിലുള്ള താൽപ്പര്യങ്ങൾ സുഖാന്വേഷണത്തിനിടയിൽ വന്നു ചേരുമെന്നതിനാൽ ഏകസത്യമായ നിർവികാര രൂപത്തിലേക്ക് ആരാണ് ഉണരുക? അതിൻ്റെ ആശയം ഇങ്ങനെ വിശദീകരിക്കാം. പല പല നൈമിഷിക സുഖങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. ഉറങ്ങുമ്പോഴുള്ള സുഖം, ഉണരുമ്പോഴുള്ള സുഖം, ഇണ ചേരുമ്പോഴുള്ള സുഖം എന്നിങ്ങനെയുള്ള ക്ഷണിക സൗഖ്യങ്ങളാണ്. ഇതിൽ ഉഴലുന്നത് കൊണ്ട് നിത്യവും അവികല്പവുമായ നിർവികാര രൂപത്തിലേക്ക് ആർക്കും ഉണർന്നു പോകുവാൻ കഴിയും. നിത്യമായ സുഖാനുഭവ തലം ഉണ്ട്. അതിൽ ചെന്ന് ചേരുന്നതിന് തടസ്സമായവയാണ് വികല്പങ്ങളായ സുഖങ്ങളെല്ലാം തന്നെ. നിത്യാനിത്യങ്ങളെ അറിഞ്ഞെങ്കിൽ മാത്രമേ നിർവികാരമായ നിത്യസത്യത്തെ പ്രാപിക്കാൻ കഴിയൂ. അനേകം വികല്പങ്ങളിൽ നിന്ന് ഏകസുഖത്തിലേക്ക് എത്തിച്ചേരാൻ പരിശ്രമം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഉപാധികളാണ് തുടർന്ന് വിവരിക്കുന്നത്. ഇനി ഏഴാമത്തെ ശ്ലോകം, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഇനി ഉണരരുത്, അറിവായിത്തീർന്ന് ഉറങ്ങാതെയിരിക്കണം. അതിന് കഴിയില്ലെങ്കിൽ അതിന് സാധിച്ച ഓങ്കാര തത്വമറിഞ്ഞ് മുനിജനങ്ങളെ സേവിച്ചുകൊണ്ട് ശരീരത്തെ നിലനിർത്തണം. അതിൻ്റെ ആശയം ഇങ്ങനെ വിശദീകരിക്കാം. നിർവികാര രൂപത്തിലേക്ക് ഉണരണമെന്നതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത്. അതിനെ പറ്റിയില്ലെങ്കിൽ അനേക വികല്പങ്ങളിലേക്ക് ഉണരരുത്. കേവലമായ അറിവിലേക്ക് സ്വയം ഉയർന്ന് അതിൽ ഉറങ്ങാതെ തുടർച്ചയോടെ ഇരിക്കണം. ഇത് ക്ഷിപ്രസാധ്യമല്ല. അത് സാധിച്ചെടുക്കുവാൻ സ്വപ്രയത്നം പോരെങ്കിൽ ഗുരുക്കന്മാരെ ആശ്രയിക്കണം. ഗുരുക്കന്മാർ ഓങ്കാരപ്പൊരുൾ അറിഞ്ഞ് പിറപ്പൊഴിഞ്ഞ് വീണ്ടും ഉണരാതെ വാഴുന്നവരാണ്. അവരെ സേവിച്ചാൽ ക്രമേണ അത് നേടിയെടുക്കാൻ കഴിയും. ഇനി എട്ടാമത്തെ ശ്ലോകം, അതിൻ്റെ അർത്ഥം ഇങ്ങനെ: ശബ്ദം തുടങ്ങിയ ഇന്ദ്രിയാനുഭൂതി പ്രധാനമായ പഴങ്ങൾ 5 ആസ്വദിച്ച് നാറുന്ന കഴലിൽ തഞ്ചത്തിൽ ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന 5 കിളികളെയും നിഗ്രഹിച്ച് വീഴ്ത്തുന്നതിനുള്ള അറിവ് സ്വരൂപം കൊണ്ട് ഉള്ളത്തിൽ പ്രക്ഷോഭിക്കണം. അതിൻ്റെ ആശയം ഇങ്ങനെ വിശദീകരിക്കാം. മുനിജനസേവയിൽ മൂർത്തിയെ നിർത്തണമെങ്കിൽ പോലും ഇന്ദ്രിയാനുഭൂതികളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകത അനുഭൂതികളിലേക്ക് മാറി മാറി കുടിയേറും എന്നുള്ളതാണ്. കിളികൾക്ക് പഴങ്ങൾ പഥ്യങ്ങളാണ്. മാറി മാറി ഓരോ പഴത്തെയും ആസ്വദിച്ചുകൊണ്ട് ശാഖകൾ തോറും പറന്നു നടക്കുന്ന കിളികളെ പോലെയാണ് പഞ്ചേന്ദ്രിയങ്ങളുടെയും പെരുമാറ്റം. നാറുന്ന നാളികയായാണ് ശരീരത്തെ കാണുന്നത്. നാറുന്ന നളികയിലാണ് ശരീരത്തെ കാണുന്നത്. നാറുന്ന ഈ നളികയിൽ അധിവസിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെ അരിഞ്ഞു വീഴ്ത്തിയെങ്കിൽ മാത്രമേ ആത്മാന്വേഷണത്തിലേക്ക് കടക്കുവാൻ കഴിയൂ. ഒന്നൊന്നായി ആത്മാന്വേഷണത്തിൻ്റെ പടവുകളെക്കുറിച്ചാണ് ഗുരു ഉപദേശം നൽകുന്നത്. സ്വയം അറിവിലേക്ക് ഉണരുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ആദ്യപടി. അതിന് പറ്റാതെ വരുന്നവർ ഗുരുവിനെ കീഴ്വണങ്ങി ഗുരുസേവയിലൂടെ ആത്മരഹസ്യം അറിയണം. ഇത് രണ്ടായാലും ഇന്ദ്രിയ നിയന്ത്രണം ചെയ്ത് യോഗ്യരാകേണ്ടതുണ്ട്. ഇനി 9ാമത്തെ ശ്ലോകം, അതിൻ്റെ അർത്ഥം: ഇരുവശത്തേക്കും നീണ്ടു വരുന്നതായ അങ്കുരങ്ങളോട് കൂടിയ ഒരു പൂവല്ലി വളർന്ന് പടർന്ന് ഉയരങ്ങളിലെത്തി പന്തലിച്ച് കിടക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ അടിയിൽ തപസ്സിരിക്കുന്ന നരൻ നരകാവസ്ഥ വരില്ല എന്ന് ഓർക്കണം. അതിൻ്റെ ആശയം ഇങ്ങനെ വിശദീകരിക്കാം. പ്രതീകാത്മകമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാതാക്കൾ പല രീതിയിലുള്ള പഠനങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഡോക്ടർ ടി ഭാസ്കരൻ ഇതിനെ യോഗശാസ്ത്രവുമായി ബന്ധപ്പെടുത്തുന്നു. ഇട, പിങ്കള എന്നീ നാഡികളാണ് ഇരുപുറവും വളർന്നു വരുന്ന വല്ലികൾ. വരുമാറവസ്ഥ എന്നതിനെ വരും ആറവസ്ഥയെന്നാണ് അദ്ദേഹം പദച്ഛേദനം ചെയ്തിരിക്കുന്നത്. സുഷുമ്നയെ ചുറ്റി വളരുന്ന പൂവല്ലിയായി ഇടയെയും പിങ്കളയെയും യോഗശാസ്ത്രം കൽപ്പിക്കുന്നു. കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാനാണ് യോഗശാസ്ത്രപ്രകാരം തപസ് ചെയ്യുന്നത്. മറ്റൊന്നുള്ളത്, ഇരുപുറവും എന്നതിന് സത്ത്, അസത്ത്, അല്ലെങ്കിൽ പുരുഷൻ, പ്രകൃതി, അല്ലെങ്കിൽ സാകാരം, നിരാകാരം തുടങ്ങിയ ദ്വന്ദ്ങ്ങളെയാണ് കാണുന്നത്. പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് മായയാണെന്നും പടരുവാൻ ആധാരമാക്കിയ തരു ശുദ്ധബോധമാണെന്നും ധരിക്കണം. മായയെയും ശുദ്ധബോധത്തെയും കാവ്യാത്മക പ്രതീകങ്ങളാക്കിയാണ് പൂങ്കൊടിയും തരുവുമെന്ന് കരുതാം. ശുദ്ധബോധമെന്ന വൃക്ഷത്തിനടിയിൽ നടത്തുന്ന തപസ്സാണ് ആത്മാന്വേഷണം. ആത്മാന്വേഷണം നടത്തി സത്യം കണ്ടെത്തിയാൽ നരകം, സ്വർഗം എന്നീ കൽപ്പനകൾക്കപ്പുറം എത്തിച്ചേരാൻ കഴിയും. അജ്ഞാനമാണ് മായാകൽപ്പിതമായി പന്തലിച്ച് പുഷ്പിച്ചു കിടക്കുന്ന പൂവല്ലി. മായയാകുന്ന പൂവല്ലി പടർന്നു കയറുന്നത് ശുദ്ധബോധമെന്ന വൃക്ഷത്തിലേക്കാണ്. ശുദ്ധബോധം ആകുന്ന വൃക്ഷത്തിനടിയിൽ തപസ് ചെയ്ത് മായാരഹിതനാകുന്നവനെ നരകം തീണ്ടില്ല. ഏകത്വ ബോധമാർന്നവന് നരകവുമില്ല, സ്വർഗവുമില്ല. 10ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഇരുട്ടത്തിരിക്കുന്ന ഒരാളോട് ആരാണ് നീ എന്ന് ഒരാൾ ചോദിച്ചാൽ അതിന് മറുപടി ഞാനാണ് എന്ന് നൽകിയിട്ട്
അവനും തിരിച്ചൊരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്, നീ ആരാണ് എന്ന്. അപ്പോൾ രണ്ടുപേരും നൽകുന്ന മറുപടി ഒന്ന് തന്നെയായിരിക്കും, അത് ഞാനാണ് എന്ന്. അതിൻ്റെ ആശയം ഇങ്ങനെ വിശദീകരിക്കാം. ഞാൻ എന്നതിനെ അറിയുകയാണല്ലോ ആത്മാന്വേഷണം കൊണ്ട് സാധിക്കേണ്ടത്. ഞാൻ എവിടെയെല്ലാം ഉണ്ട് എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കുകയാണ്. ഞാൻ എന്നതിൽ മാത്രമല്ല ഉള്ളത്, അവനിലുമുണ്ട്. ഇത് രസകരമായ യുക്തിയിൽ സമർത്ഥിക്കുകയാണിവിടെ. അപരനെയും ഞാൻ ആയി കണ്ടെങ്കിൽ മാത്രമേ ആത്മാന്വേഷണം ശരിയായ ദിശയിൽ നീളുകയുള്ളൂ. സർവത്ര ഞാൻ എന്നറിയാൻ കഴിയുന്നത് അപ്പോഴാണ്. അതിനായുള്ള ഒന്നാമത്തെ ചോദ്യമാണ് ആരു നീ എന്നത്. അതിൻ്റെ സ്വാഭാവികമായ ഉത്തരമാണ് ഞാൻ എന്നത്. ആരാണ് നീ എന്ന ചോദ്യത്തിന് ഇത് ഞാനാണ് എന്ന ഉത്തരം നൽകുന്നതോടൊപ്പം തിരിച്ചൊരു ചോദ്യവും കടന്നു വരും. ഇങ്ങോട്ട് വന്ന അതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് നൽകിയ ഉത്തരം ഇങ്ങോട്ടും കടന്നു വരുന്നു, ഇത് ഞാനാണ് എന്ന്. ഒരേ ചോദ്യമാണ് ഇരുട്ടത്തിരുന്ന് ചോദിക്കുന്നത്. ഒരേ ഉത്തരമാണ് ഇരുട്ടത്തായിട്ടും ലഭിക്കുന്നത്. ഇരുട്ടത്ത് പോലും ഞാൻ വ്യക്തമാണ്. ശബ്ദം കൊണ്ട് ഒരു ഞാനിനെ മറ്റൊരു ഞാനിനെ തിരിച്ചറിയാൻ കഴിയുന്നു. ഇത്തരത്തിലാണ് ഗുരു അപരത്വ നിരാസം ഏറ്റവും ലളിതമായ മാർഗത്തിൽ ചെയ്യുന്നത്. ഈ ശ്ലോകം മുതലാണ് ആത്മോപദേശ ശതകം അതിൻ്റെ കാതലായ തത്വചിന്താ പദ്ധതിയിലേക്ക് പ്രവേശിക്കുന്നത്. നീ ആര് എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നവൻ ജ്ഞാതാവാണ്, ഉത്തരം നൽകുന്നവൻ ജ്ഞേയവുമാണ്. തിരിച്ചു ചോദിക്കുമ്പോൾ ആദ്യ ജ്ഞാതാവ് ജ്ഞേയമാകുന്നു, ആദ്യ ജ്ഞേയം ജ്ഞാതാവാകുന്നു. സ്ഥിരമായ ഒരവസ്ഥയല്ല ജ്ഞാതാവും ജ്ഞേയവും. രണ്ടുപേരിലും സാമാന്യമായിരിക്കുന്നത് ഞാൻ എന്ന് തന്നെയാണ്. ഈ ഒരു ബോധ്യത്തോടെ വേണം ആത്മോപദേശ ശതകം തുടങ്ങാൻ. ആത്മസംബന്ധിയായ ഏത് ചോദ്യത്തിൻ്റെയും പ്രതിവാക്യം ഏകമായിരിക്കും. കാരണം ഭിന്ന വ്യക്തികളാണെങ്കിലും ആത്മസത്ത ഒന്നാണ് എന്നത് തന്നെ.